പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ചില ടേമുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതിൻ്റെ തുടർച്ചയായ ചില ഭാഗങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ആദ്യം പറയുന്നത്. അതായത് മെൻഡൽ അദ്ദേഹത്തിൻ്റെ ജനിതക പരീക്ഷണങ്ങളിൽ നടത്തിയ ചില പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ പറയുന്നത്. അതിൽ ആദ്യത്തേതാണ് ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ. നമ്മൾ 7 കോൺട്രാസ്റ്റിംഗ് പെയർസ് ആണ് മെൻഡൽ പഠനം നടത്തിയതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആ 7 ട്രെയ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. അത് ഓരോ പെയറുകളായി നമ്മൾ എടുക്കുമ്പോൾ ഒരു ജീൻ എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത് എന്നതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായി പറയാൻ പോകുന്നത്. അതായത് മെൻഡൽ started his hybridization experiment by crossing a tall plant with a dwarf plant. ഒരു എക്സാമ്പിളാണ് നമ്മൾ പറയാൻ പോകുന്നത്. മെൻഡൽ അദ്ദേഹത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻ്റ് ആണ്. ഒരു ഹൈബ്രിഡ് പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ക്രോസിംഗ് എ ടോൾ പ്ലാന്റ് വിത്ത് എ ഡോർഫ് പ്ലാന്റ്, ഒരു ഉയരം കൂടിയ പയറുചെടിയെയും ഉയരം കുറഞ്ഞ പയറുചെടിയെയും തമ്മിൽ അദ്ദേഹം ഹൈബ്രിഡൈസേഷൻ നടത്തി, അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ നടത്തി. He collected the seeds and grew the first generation called filial 1 or F1 progeny. അതിൽ നിന്ന് കിട്ടിയ സീഡ്സ് കളക്ട് ചെയ്ത് ഒരു പുതിയ തലമുറയെ അദ്ദേഹം വളർത്തിയെടുത്തു. അതിനെയാണ് ഫിലിയൽ 1 ഓർ F1 പ്രോജനി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓർത്തിരിക്കേണ്ടത്, ആദ്യം അദ്ദേഹം ഉപയോഗിച്ച ടോൾ പ്ലാന്റ്, ഡോഫ് പ്ലാന്റ് എന്നിവ പാരന്റൽ ജനറേഷനും പിന്നീട് അതിൽ നിന്ന് കിട്ടിയ ഒന്നാം തലമുറ, അവയാണ് നമ്മൾ ഫിലിയൽ 1 അല്ലെങ്കിൽ F1 പ്രോജനി എന്ന് പറയുന്നത്. F1 ജനറേഷൻ എന്ന് നമ്മൾ എളുപ്പത്തിൽ പറയും. ഓൾ ദ പ്രോജനി വെർ ടോൾ. അതിൻ്റെ പ്രത്യേകത, അങ്ങനെ കിട്ടിയ എല്ലാ പ്രോജനികളും ടോൾ പ്ലാന്റ്സ് ആണ്. അതായത് ഒരു ടോൾ പ്ലാന്റിനെ ഒരു ഡോഫ് പ്ലാന്റുമായി ക്രോസ് പോളിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ F1 അല്ലെങ്കിൽ ഒന്നാം തലമുറയിൽ ലഭിക്കുന്ന എല്ലാം തന്നെ ടോൾ പ്ലാന്റ്സ് ആയിരിക്കും. ബട്ട് ദെൻ ഹി സെൽഫ് പോളിനേറ്റഡ് ദി F1 ടോൾ പ്രോജനി ആൻഡ് ഗെറ്റ് F2 ജനറേഷൻ. ആ കിട്ടിയ ടോൾ പ്ലാന്റിനെ അദ്ദേഹം സെൽഫ് പോളിനേഷൻ ആണ് വിധേയമാക്കി. അപ്പോൾ ഒന്നാമത്തെ ക്രോസ് പോളിനേഷൻ ആണ്, കാരണം അവിടെ വ്യത്യസ്ത പ്ലാന്റ്സ് ആണ്, ടോളും ഡോഫും. അതിനെ ക്രോസ് പോളിനേറ്റ് ചെയ്ത് ഒന്നാം തലമുറ ഉൽപ്പാദിപ്പിച്ചപ്പോൾ എല്ലാം തന്നെ ടോൾ പ്ലാന്റ്സ് ആയിരുന്നു. ആ ടോൾ പ്ലാന്റ്സിനെ തുടർന്ന് അദ്ദേഹം സെൽഫ് പോളിനേഷൻ വിധേയമാക്കിയപ്പോൾ F1 പ്രോജനിയിൽ അദ്ദേഹത്തിന് F1 പ്രോജനിയുടെ പ്രോഡക്റ്റ് ആയിട്ട് F2 ജനറേഷൻ കിട്ടി. അതിന്റെ പ്രത്യേകത, ഹി ഗോട്ട് 3/4 ടോൾ ആൻഡ് 1/4 ഡോഫ് പ്ലാന്റ്സ്. ആ കിട്ടിയതിൽ 75% ടോൾ പ്ലാന്റ്സും 25% ഡോഫ് പ്ലാന്റ്സും ആയിരുന്നു. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ആ ക്രോസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം. പേരന്റൽ പ്ലാന്റ്സ് ആയിട്ട് ഉപയോഗിച്ച ഒരു ടോളും ഡോർഫുമാണ്, ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതുമായ പയറുചെടികൾ. ഇവയെ തമ്മിലാണ് ക്രോസ് ചെയ്യുന്നത്. ക്രോസ് ചെയ്തപ്പോൾ F1 ജനറേഷൻ അല്ലെങ്കിൽ ഫീലിയൽ 1 ജനറേഷൻ, ഒന്നാം ജനറേഷനിൽ അദ്ദേഹത്തിന് കിട്ടിയതെല്ലാം ടോൾ പ്ലാന്റ്സ് ആയിരുന്നു. ഈ ടോൾ പ്ലാന്റ്സിനെയാണ് അദ്ദേഹം സെൽഫ് പോളിനേഷന് വിധേയമാക്കിയത്. ഇത് ക്രോസ് പോളിനേഷൻ ആണ്, ഇത് സെൽഫ് പോളിനേഷൻ ആണ്. സെൽഫ് പോളിനേഷൻ വിധേയം, അതായത് ഇവിടെ ടോൾ മാത്രമേ ഉപയോഗിച്ചുള്ളൂ, പക്ഷേ F1 കിട്ടിയ ടോളിനെയാണ് ഉപയോഗിച്ചത് മാത്രം. അവയെ സെൽഫ് പോളിനേഷൻ വിധേയമാക്കിയപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു പെർസെൻറ്റേജ് ആണ് പറയുന്നത്. ഇവിടെ 75%, അതായത് 4/3 ഭാഗവും എന്തായിരുന്നു, ടോൾ പ്ലാന്റ്സ് ആണ്. 25% അല്ലെങ്കിൽ 1/4% ആണ് ഡ്വാർഫ് എന്ന് പറയുന്നത്. F2 ജനറേഷനിൽ മെൻഡലിന് കിട്ടിയ റിസൾട്ട് ഇതാണ്. 75% ടോൾ പ്ലാന്റ്സ് ആൻഡ് 25% ഡോർഫ് പ്ലാന്റ്സ്. ഇതാണ് ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ പ്രത്യേകത. ഒരു ടോൾ പ്ലാന്റ് ഡോർഫ് പ്ലാന്റുമായി ക്രോസ് ചെയ്താൽ ഒന്നാം തലമുറയിൽ അല്ലെങ്കിൽ F1 ജനറേഷനിൽ ടോൾ പ്ലാന്റ്സ് മാത്രമാണ് കിട്ടുക. പക്ഷേ ആ ടോൾ പ്ലാന്റ്സിനെ സെൽഫ് പോളിനേഷൻ വിധേയമാക്കുമ്പോൾ അടുത്ത തലമുറയിൽ ടോൾ പ്ലാന്റ്സും അതിനോടൊപ്പം 25% ഡോർഫ് പ്ലാന്റ്സും കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ എണ്ണമല്ല, അതായത് 4 ചെടികളിൽ നിന്ന് കാണിച്ചിട്ട് നോക്കണ്ട, ഇത് പെർസെൻറ്റേജ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ഇതിൽ ഈ parent plants ആയിട്ട് ഉപയോഗിച്ച the tall and dwarf plant traits were identified to their parental type and did not show any blending. That is, all the offspring were either tall or dwarf, none were of in between height. അതായത് ഇവിടെ നമ്മൾ ടോൾ ആൻഡ് ഡോർഫ് പ്ലാന്റ്സിനെ ഉപയോഗിച്ച് ഇങ്ങനെ ട്രൈറ്റ് പരീക്ഷണത്തിന് വിധേയമാക്കി കഴിഞ്ഞപ്പോൾ എല്ലാം തന്നെ ഐഡന്റിക്കൽ ആയിരുന്നു, പേരന്റൽ ടൈപ്പിനോട് ഐഡന്റിക്കലാണ്. അതായത് ഇതിലെ ടോളോ ഡോർഫോ അല്ലാതെ ഒരു ഇന്റർമീഡിയറ്റ് സൈസ് ഒരിക്കലും നമുക്ക് കിട്ടിയില്ല. ഉയരം കൂടിയ പയറുചെടിയെ ഉയരം കുറഞ്ഞ പയറുചെടിയുമായി പരാഗണം നടത്തുമ്പോൾ ലഭിക്കുന്നതെല്ലാം തന്നെ ഒന്നുകിൽ ഉയരം കൂടിയത്, പിന്നീട് രണ്ടാം തലമുറ ഉയരം കുറഞ്ഞതും കിട്ടി. പക്ഷേ ഇതിനിടയിലുള്ള ഇന്റർമീഡിയറ്റ് ഹൈറ്റ്, ഇത് രണ്ടും അല്ലാത്തൊരു ഹൈറ്റുള്ള പയറുചെടി വർണ്ണത്തിനെ പോലും കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് മെൻഡലിന്റെ എക്സ്പെരിമെന്റ് ഒരു പ്രത്യേകത. സിമിലർ റിസൾട്ട്സ് വെർ ഒബ്റ്റെയിൻഡ് വിത്ത് അതർ ട്രൈറ്റ്സ് ദാറ്റ് ഹി സ്റ്റഡീഡ്. അദ്ദേഹം 7 ട്രൈറ്റ് ആണ് നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ സ്റ്റെം ഹൈറ്റ് ആണ്
ടോൾ ഡോർഫ്. അതുപോലെ ഫ്ലവർ കളറുണ്ട്, ഫ്ലവർ പൊസിഷൻ ഉണ്ട്, പോഡ് കളറുണ്ട്, പോഡ് ഷേപ്പ് ഉണ്ട്, സീഡ് കളറുണ്ട്, സീഡ് ഷേപ്പ് ഉണ്ട്. ഈ മറ്റു ട്രേറ്റുകൾ പരീക്ഷ നടത്തിയപ്പോഴും ഏതെങ്കിലും ഒന്ന് മാത്രമേ ഒന്നാം തലമുറയിൽ കിട്ടുന്നു. അതിന് എന്ത് പറയുന്നത് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡോമിനന്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓൺലി വൺ ഓഫ് ദ പേരന്റൽ ട്രേറ്റ്സ് എക്സ്പ്രസ് ഇൻ ദ F1 ജനറേഷൻ കോൾഡ് ഡോമിനന്റ്. അതാണ് ഡോമിനന്റ് എന്ന് പറയുന്നത്. എന്താണ്, ഇങ്ങനെ പേരന്റൽ ട്രേറ്റിനെ ക്രോസ് ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ F1-ൽ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. അതിനെ നമ്മൾ ഡോമിനന്റ് എന്ന് പറയും. While at the F2 stage, both the traits dominant and recessive were expressed in the proportion 3:1. പക്ഷേ F2 സ്റ്റേജിൽ ഈ രണ്ട് ട്രേറ്റും ഡോമിനന്റ് റെസസീവ് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു 3:1 എന്നത്. അതായത് ഡോമിനന്റ് 75% ഉണ്ടാവും, റെസസീവ് 25% ഉണ്ടാവും. അതായത് 3:1 എന്ന റേഷ്യോയിൽ അവിടെ ഡോമിനന്റ് റെസസീവും രണ്ടാമത്തെ തലമുറയിൽ പ്രത്യക്ഷപ്പെടും. ഒന്നാം തലമുറ എല്ലാം തന്നെ ഡോമിനന്റ് ആയിരിക്കും. പക്ഷെ അതിനെ സെൽഫിങ്ങിന് വിധേയമാക്കുമ്പോൾ രണ്ടാം തലമുറയിൽ ഡോമിനന്റ് റെസസീവും 3:1 എന്ന പെർസെന്റേജിൽ കാണുന്നു എന്നതാണ് പ്രത്യേകത. The contrasting trait did not show any blending at either F1 or F2 stage. F1 ലും F2 ലും ഒരു ബ്ലെൻഡിങ്ങും ഇല്ല. അതായത് ഇന്റർമീഡിയറ്റ് സൈസിനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. അത് മിക്സിംഗ് ഒന്നും ആവുന്നില്ല. ഒന്നുകിൽ ടോള് അല്ലെങ്കിൽ ഡോർഫ്. In parallel generation, Mendel used only homozygous or true breeding plants. Hence, the genotype of all tall plants T and dwarf plant is small t. അതായത് അദ്ദേഹം ഉപയോഗിച്ച എല്ലാം ഹോമോസൈഗസ് ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്സ് ആണ്. പാരലൽ ജനറേഷനിൽ ഉപയോഗിച്ച എല്ലാം ഹോമോസൈഗസ് ആയിട്ടുള്ള ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്സ് ആണ്. ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഹോമോസൈഗസ് പ്ലാന്റ്സ് നമ്മൾ പറയുന്നത് അതിന്റെ രണ്ട് അലീൽസും ഒന്ന് തന്നെയായിരിക്കും. അതായത് ടോൾ പ്ലാന്റ് ആയിട്ട് ഉപയോഗിച്ചത് എന്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടിയും ഡോർ പ്ലാന്റിന്റെ ജീനോടൈപ്പ് സ്മോൾ ടിയും ആണ്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. ക്യാപിറ്റൽ ടി ഉള്ള ടോൾ പ്ലാന്റും സ്മോൾ ടി ഉള്ള ഡോർ പ്ലാന്റുമാണ് അദ്ദേഹം ക്രോസിങ്ങിന് വിധേയമാക്കിയത്. അതിൽ നിന്നാണ് മെന്റൽ അദ്ദേഹത്തിന്റെ ലോയിലേക്ക് പോകുന്നതിന് തുടക്കമാണ് ഇവിടെ. അപ്പൊ നമ്മളിവിടെ സ്റ്റെം ഹൈറ്റിന്റെ രണ്ട് അലീൽസ് ആണ്. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി ആർ അലീൽസ് ഓഫ് സ്റ്റെം ഹൈറ്റ്. സ്റ്റെം ഹൈറ്റിന്റെ രണ്ട് അലീലുകളാണ് ക്യാപിറ്റൽ ടിയും സ്മോൾ ടി. ഹെൻസ് ദ പെയർ ഓഫ് അലീൽസ് ഫോർ ഹൈറ്റ് വുഡ് ബി. അപ്പൊ അതിൽ നിന്ന് പോസിബിൾ ആയിട്ടുള്ള 3 തരത്തിലുള്ള ജീനോടൈപ്പുകൾ നമുക്ക് കിട്ടും. അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയൊക്കെ കിട്ടും അലീൽസ്? ഒന്നുകിൽ ക്യാപിറ്റൽ ടി കാരണം ഡിപ്ലോയിഡ് ആകുമ്പോൾ 2 അലീൽ വരണം. ഒരു സ്വാതം 2 അലീൽ, സ്റ്റെം ഹൈറ്റ് എന്നുള്ള 2 അലീൽസ് ഉണ്ടാവും. അപ്പൊ അതെങ്ങനെയൊക്കെ ആകാം? ഒന്നുകിൽ ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലെങ്കിൽ സ്മോൾ ടി എന്നിങ്ങനെ 3 തരത്തിലുള്ള അലീൽസ് ഉണ്ടാവാം. ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലെങ്കിൽ സ്മോൾ ടി. Mendel proposed that in a true breeding tall or dwarf plant variety, the monohybrid produces allelic pair of genes or height are identical or homozygous TT and small t respectively. അതായത് പാരന്റൽ പ്ലാന്റ് മോണോഹൈബ്രിഡ് ക്രോസിൽ ഉപയോഗിക്കുന്ന ഹൈറ്റിന്റെ ജീൻസ് ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്സിൽ ടോൾ ആൻഡ് ഡോർഫ് ആയിട്ട് ഉപയോഗിക്കുന്ന പാരന്റൽ വെറൈറ്റീസ് എപ്പോഴും ഹോമോസൈഗസ് ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി ആയിരിക്കും. അത് ഉപയോഗിച്ചാണ് പരീക്ഷ നടത്തുന്നത്. ഇവിടെ നമുക്ക് ആ പരീക്ഷ നമുക്കിവിടെ കാണാം. അതായത് ഇത് ടോൾ പ്ലാന്റ് ആണ്, അതിന്റെ ജീനുകളാണ് ക്യാപിറ്റൽ ടി. ഡോർഫ് പ്ലാന്റ് ആണ്, ഇത് അതിന്റെ സ്മോൾ ടി. അപ്പൊ ഇവിടെ നമ്മൾ ഗ്യാമേറ്റ്സ് വരുമ്പോൾ എന്താ പ്രത്യേകത? ഇത് ശരിക്കും 2n ആണ്, ക്യാപിറ്റൽ ടി. അപ്പൊ അത് n ആയിട്ട് പറയുമ്പോൾ ടി മാത്രം. ഒരു ഗ്യാമേറ്റിൽ എപ്പോഴും ഒരു ജീൻ മാത്രമേ ഉള്ളൂ. ഇവിടെ 2 ഒരു ജീനുകളായിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ മാത്രം എടുത്താൽ മതി. ഇവിടെ അതുപോലെ സ്മോൾ ടി ഡിപ്ലോയിഡ് ആയതുകൊണ്ട് 2 ജീനുകളുണ്ട്. അതിൽ ഗ്യാമേറ്റിൽ എപ്പോഴും ഒന്നേ ഉണ്ടാവുള്ളൂ. നമ്മൾ മനുഷ്യന്റെ പ്രത്യുൽപ്പന്നം ഒഴിച്ചിട്ട് നമ്മൾ 46 ക്രോമസോമുകളിൽ സ്പേം ലോകത്തിലും നമുക്ക് എത്രയേ ഉള്ളൂ? 23 ഉള്ളൂ. അതേപോലെ ഇവിടെ ക്യാപിറ്റൽ 2 ഉണ്ടെങ്കിലും അതിൽ ഒരെണ്ണം മാത്രമാണ് ഗ്യാമേറ്റിൽ വരിക. അപ്പൊ 2 ഇത് ഓരോന്നാണ്. മെയിലിന്റെ ഫീമെയിലിന്റെ ക്യാപിറ്റൽ സ്മോൾ ടി വന്നു കഴിഞ്ഞാൽ ഇവ രണ്ടും കൂടി ചേർന്ന് ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി കൂടി ചേർന്ന് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന രൂപത്തിലുള്ള പ്ലാന്റ് ഉണ്ടാവും. പക്ഷെ പ്രത്യേകത എന്താണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി വരുമ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഡൊമിനന്റ് ജീൻ ഉള്ളത് കൊണ്ട് ശരിക്കും ഇത് ടോൾ പ്ലാന്റ് ആയിരിക്കും. ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിലും ഇതും ഡോമിനന്റ്. ക്യാപിറ്റൽ ടിയെ പോലെ തന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ടിയും ഡോമിനന്റ് പ്ലാന്റ് ആണ്, ടോൾ പ്ലാന്റ് ആണ്. ഇനി അതിനെയാണ് മേക്കിംഗ്, സ്വയം സെൽഫിങ്ങിന് വിധേയമാകുന്നത്. അപ്പൊ അതിന്റെ ഗ്യാമേറ്റിന്റെ പ്രത്യേകത ആണ് ഇവിടെ 2 വ്യത്യസ്ത അലീൽസ് ആണ്. ഹെട്രോസൈഗസ് ആയതുകൊണ്ട് എന്താണ്? ക്യാപിറ്റൽ ടി ഉണ്ട്, സ്മോൾ ടി ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ഗ്യാമേറ്റ്സ് എടുക്കുമ്പോഴും 50% ക്യാപിറ്റൽ ടി ഉണ്ടാവും, അടുത്ത 50% സ്മോൾ ടി ഉണ്ടാവും. ഇവിടെ അതുപോലെ തന്നെ ഈ 2 സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നിൽ ക്യാപിറ്റൽ ടി ഉണ്ട്, ഇവിടെ സ്മോൾ ടി. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട, ഇവിടെ നമ്മൾ ഒരെണ്ണം എടുക്കാൻ കാരണം 2 ഒന്നായതുകൊണ്ടാണ്. 2 പ്രാവശ്യം എഴുതിയാലും ഇതേ റിസൾട്ട് കിട്ടും. അപ്പോൾ അത് എളുപ്പത്തിന് വേണ്ടി നമ്മൾ 1 പ്രാവശ്യം എഴുതിയെന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ 2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി, അതുപോലെ ഇവിടെയും ക്യാപിറ്റൽ സ്മോൾ ടി. ഇനി നമ്മൾ ഇങ്ങനൊരു ബോർഡ് രൂപത്തിൽ എഴുതുന്നു. നമ്മൾ അതെങ്ങനെയാണ് വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ബോക്സ് വരച്ചിരിക്കുകയാണ്. ഇതിനെ നമ്മൾ ചെക്കർ ബോർഡ് എന്നാണ് പറയുന്നത്. ഈ ചെക്കർ ബോർഡ് വരച്ചു കഴിയുമ്പോൾ ഇവിടെ നമുക്കറിയാം ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ട്, ഇവിടെയും ക്യാപിറ്റൽ. ഇത് ഈ ഗ്യാമേറ്റിനെ ഇങ്ങോട്ട് എടുത്ത് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെ കിട്ടും? ഈ ക്യാപിറ്റൽ ടിയും ഈ ക്യാപിറ്റൽ ടിയും കൂടി ചേർന്ന് വരണം. ക്യാപിറ്റൽ ടി. ഇതെന്തായിരിക്കും നേച്ചർ? ഇത് ടോൾ പ്ലാന്റ് ആണ്. ഇനി മറ്റൊന്നെന്താണ്?
ഈ ക്യാപിറ്റൽ ടിയും ഈ സ്മോൾ ടിയും കൂടി ചേർന്ന് പറയണം. ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇതും ടോൾ പ്ലാന്റ് ആണ്. പിന്നൊന്ന് ഇതാണ് എന്താണ് ഈ ക്യാപിറ്റൽ ടിയും ഇവിടുത്തെ സ്മോൾ ടി, അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി അതും ടോൾ പ്ലാന്റ് ആണ്. ഇത് ഇവിടുന്ന് വരുന്ന സ്മോൾ ടിയും ഇവിടുന്ന് വരുന്ന സ്മോൾ ടി, അപ്പോൾ സ്മോൾ ടി ഇത് ടോൾ പ്ലാന്റ്. അതാണ് നമ്മളിവിടെ കാണിച്ചിരുന്നത്. ക്യാപിറ്റൽ ടി ടോള്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോള്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോള്, സ്മോൾ ടി ഡോർഫ്. അപ്പം 3 അല്ലെങ്കിൽ 75% ടോൾ പ്ലാന്റും 25% ഡോർഫ് പ്ലാന്റും ആയിട്ടാണ് നമുക്ക് കിട്ടുക. അത് നമുക്കൊന്നുകൂടി ആ ക്രോസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രോസുകൾ നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് പറയുക. ടി ആൻഡ് സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആർ അലീൽസ് ഓഫ് സ്റ്റെം ഹൈറ്റ്, as the pair of alleles for height would be TT. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ക്യാപിറ്റൽ ടി or TT or small t. When they propose that in a two breeding tall or dwarf variety monohybrid cross, the allelic pair of genes for height are identical or homozygous capital T and small t respectively. അതായത് നമ്മളിവിടെ കാണാൻ നമുക്ക് ഹോമോസൈഗസ് ആയിട്ട് മാത്രമേ നമ്മൾ പാരന്റ് പാർട്ട് എടുക്കുകയുള്ളൂ. ടോൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആണ്, ഡ്വാർഫ് എന്ന് പറയുന്നത് സ്മോൾ ടി ആണ്. പക്ഷേ ഗാമേറ്റ്സിൽ അതിന്റെ 50% വരുമ്പോൾ ഓരോ ക്യാപിറ്റൽ, ഇവിടെ ഒരു ക്യാപിറ്റൽ ടി ഇവിടെ സ്മോൾ ടി മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ ചേർന്ന് ഫസ്റ്റ് ഫീലിയർ ജനറേഷൻ F1 ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇത് രണ്ടും കൂടെ യോജിക്കുന്നതാണ്. ഇത് നമ്മളിപ്പം ശരിക്കും രണ്ടാം ടീം വേറെ എടുത്ത ഒരു ടീം കൂടെ എഴുതിയാലും ഇവിടെ സ്മോൾ ടീം എടുത്താൽ അത് ചോദിച്ചാലും ഇത് തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം എഴുതുന്നേ ഉള്ളൂ. ഇതും ഇവിടെ നമുക്ക് വേണമെങ്കിൽ 4 എഴുതാം. പക്ഷേ ക്യാപിറ്റൽ സ്മോൾ ടി എല്ലാം തന്നെ ഹെറ്ററോസൈഗസ് ടോൾ പ്ലാന്റ് ആയിരിക്കും. അതാണ് പ്രത്യേകത. ഇനി ആ ക്രോസ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ പേരൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ടോൾ പ്ലാന്റും ഡോർഫ് പ്ലാന്റും ആണ് അല്ലേ. ഒന്ന് ടോൾ പ്ലാന്റ്, മറ്റൊന്ന് ഡോർഫ് പ്ലാന്റ്. അതിന്റെ ജീനോടൈപ്പ് ഓർത്ത് നോക്കുക. ടോളിന്റെ ജീനോടൈപ്പ് എന്താണ്? ക്യാപിറ്റൽ ടി. ഡോർഫിന്റെ ജീനോടൈപ്പ് ആണ് സ്മോൾ ടി. ഇവയാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. ഇത് ജനറ്റിക് ക്രോസുകൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് പോലെയാണ്. നിങ്ങൾ ഇത് എഴുതി തന്നെ പഠിച്ചു നോക്കണം, എന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റും. ടോളിന്റെ ഡിപ്ലോയിഡ് ആയതുകൊണ്ട് ക്യാപിറ്റൽ ടി 2 ടി വേണം, ക്യാപിറ്റൽ ടി. അതുപോലെ ഡോർഫിന് സ്മോൾ ടി. ഇതാണ് പേരന്റൽ ജനറേഷൻ എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ഇനി അടുത്തായിട്ട് എന്താ വേണ്ടത്? ഇത് നമ്മളിപ്പോൾ പേരന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ചെടി, ഇതിന് അടുത്തായിട്ട് വരുന്നത് അതിന്റെ ഗ്യാമേറ്റ്സ് ആണ്. ഗ്യാമേറ്റ്സിന് എന്ത് വരും? ഒരു ടി മാത്രമേ വരുള്ളൂ. അതായത് 50% മാത്രമേ വരുള്ളൂ. കാരണം ഈ 50% അത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഒരെണ്ണം മാത്രമേ വരുന്നു. ഗ്യാമേറ്റ്സ് വന്ന് ക്യാപിറ്റൽ ടി ആണ്. ഇവിടെ അതേപോലെ 2 സ്മോൾ ടി ഉണ്ടെങ്കിലും ഗ്യാമേറ്റിൽ ഒരു ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്ന് അപ്പോൾ ഗ്യാമേറ്റ്സ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. അതിൽ നിന്നാണ് ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ F1 ജനറേഷൻ വരുന്നത്. അപ്പോൾ എന്ത് വരും? ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഒരു ക്യാപിറ്റൽ ടിയും ഇവിടെ നിന്നൊരു സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അത് ടോൾ പ്ലാന്റ് ആയിരിക്കും. ഇതാണ് 1ാം തലമുറ F1 എന്ന് പറയുന്നത്. അപ്പോൾ F1 ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന രീതിയിലുള്ള ടോൾ പ്ലാന്റ് നമുക്ക് ലഭിക്കും. ഇനി ഇതേ പ്ലാന്റിനെ നമ്മൾ സെൽഫിങ്ങിന് വിധേയമാകുന്നു അല്ലെ. അടുത്തത് സെൽഫിങ് ഓഫ് F1 എങ്ങനെയാണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്രോസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇത് സെൽഫ് പോളിനേഷൻ ആണ്. ഇവിടെ നമ്മൾ ക്രോസ് പോളിനേഷൻ വേറെ ആയതുകൊണ്ട് ക്രോസ് പോളിനേഷൻ, ഇതൊന്നും തന്നെ ആയതുകൊണ്ട് നമുക്ക് സെൽഫ് പോളിനേഷൻ ആണ്. ഇനി സെൽഫ് പോളിനേഷൻ നടത്തുമ്പോൾ എന്താ നമുക്ക് കിട്ടുക? നോക്കി, അതിന്റെ ഗ്യാമേറ്റ്സ് ആദ്യം ഉണ്ടാക്കണം. ഗ്യാമേറ്റ്സ് എന്തൊക്കെയാണ്? ഇതിൽ ക്യാപിറ്റൽ ടി അതുപോലെ ഒരു സ്മോൾ ടി, ഇവിടെയും ക്യാപിറ്റൽ ടി സ്മോൾ ടി. അത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായി 50% ക്യാപിറ്റൽ ടി ഉണ്ടാവും, 50% സ്മോൾ ടി ഉണ്ടാവും. ഇവിടെയും 50% ക്യാപിറ്റൽ ടി ഉണ്ടാവും, 50% സ്മോൾ ടി ഉണ്ടാവും. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ അടുത്ത F2 തലമുറ വരുന്നത്. F2 തലമുറ വരുമ്പോൾ നോക്കി എങ്ങനെയാണ് വരിക? ഈ ഗ്യാമറ്റ് ആണ്. ഈ ആദ്യത്തെ ഗ്യാമറ്റ് ഇവിടെ നമ്മൾ എഴുതി, ക്യാപിറ്റൽ ടി, ഈ സ്മോൾ ടി ഇവിടെ എഴുതി. അതുപോലെ രണ്ടാമത്തെ ഈ ക്യാപിറ്റൽ ടി ഇവിടെ എഴുതി, അതിന്റെ സ്മോൾ ടി നമ്മൾ ഇവിടെ എഴുതി, ഈ സ്മോൾ ടി. അപ്പോൾ ഈ ക്യാപിറ്റൽ ടി ആണ് ഇത് ഉദാഹരിക്കുക, ഇത് വരുന്നു. ഈ ക്യാപിറ്റൽ ടി എടുത്ത് ഇവിടെ എഴുതി, ഈ ക്യാപിറ്റൽ ഇവിടെ എഴുതി. നമ്മൾ സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ബോക്സ് ആയിട്ട് വരച്ചെഴുതുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആരോ മാർക്ക് വെച്ചിട്ട് എഴുതി എങ്ങനെ എഴുതിയാലും ഒരേപോലെ കിട്ടുള്ളൂ. ഇവിടുത്തെ ഒരെണ്ണം കൂടെ എടുത്ത് ഇങ്ങനെ എഴുതാം. ഇത് നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ബോക്സ് ആക്കി എഴുതുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന്റെ ഒരു ക്യാപിറ്റൽ, ഇവിടുത്തെ ഒരു ക്യാപിറ്റൽ, ഇവിടുത്തെ ഒരു ക്യാപിറ്റൽ, ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഇവിടെ കാണുന്നത് ക്യാപിറ്റൽ ടി. ഇതിനെ നമ്മൾ എന്ത് പറയും? ടോൾ പ്ലാന്റ് എന്ന് പറയും. രണ്ടാമത് ഇവിടെ വരുന്നത് ഏതൊക്കെ ആയിരിക്കും? ഈ കോളം ക്യാപിറ്റൽ ടി, ഇവിടുന്ന് സ്മോൾ ടി, ഇത് രണ്ടും കൂടെ ചേർന്ന് മറ്റൊരു ടോൾ പ്ലാന്റ്. അതുപോലെ ഈ ക്യാപിറ്റൽ ടിയും ഈ സ്മോൾ ടിയും കൂടെ ചേർന്ന് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇത് എന്ത് തന്നെയായിരിക്കും? ഇതിനെ നമ്മൾ ടോൾ പ്ലാന്റ് ആയിരിക്കും. ഇനി ഇത് സ്മോൾ ടിയും ഈ സ്മോൾ ടിയും കൂടെ ചേർന്നുണ്ടാകുന്നതാണ്, അത് ഡോർഫ് പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് 75% ടോൾ പ്ലാന്റ്സും 25% ഡോർഫ് പ്ലാന്റും കിട്ടി. ഇതാണ് മെന്റലിന്റെ മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ മോണോഹൈബ്രിഡ് ക്രോസിൽ ഈ ക്രോസ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഇനിയുള്ള ക്രോസുകളാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ക്രോസ് എഴുതി തന്നെ പഠിക്കണം. അതുപോലെ ഈ ടോളിനും ഡോർഫിന് പകരം മറ്റ് 7 ട്രേറ്റും നമ്മൾ എഴുതി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം നല്ല ഐഡിയ കിട്ടും. ഇപ്പോൾ ടോൾ ആൻഡ് ഡോർഫിന് പകരം ഇപ്പം നമ്മൾ റൗണ്ട് ആൻഡ് റിങ്കിൾഡ് എടുക്കുന്നു. റൗണ്ടിന് നമ്മൾ ക്യാപിറ്റൽ ആണെന്ന് കൊടുക്കുക, റിങ്കിൾഡിന് സ്മോൾ ആണെന്ന് കൊടുക്കുക. എന്നിട്ട് ഈ ക്രോസ് ഇതേപോലെ എഴുതി നോക്കുക. ഇവിടെ നമുക്ക് ഇതേ റേഷ്യോ, എല്ലാത്തിനും ഒരേപോലത്തെ റേഷ്യോ ആയിരിക്കും കിട്ടുക. മെന്റലിന്റെ എക്സ്പെരിമെന്റ് എല്ലാം ഒരേപോലത്തെ റേഷ്യോ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതിൽ നമുക്ക് റേഷ്യോ കിട്ടും. എന്താണ്? ആദ്യം നമുക്ക് മോണോഹൈബ്രിഡ് ഫീനോടൈപ്പ് റേഷ്യോ. എന്താണ് മോണോഹൈബ്രിഡ് ഫീനോടൈപ്പ് റേഷ്യോ? നമുക്ക് എത്ര ടോൾ കിട്ടി? 3 ടോളും 1 ഡോർഫും. അതാണ് നമുക്ക് 3:1 റേഷ്യോ, അല്ലെങ്കിൽ 75:25 എന്നുണ്ടെങ്കിൽ 3:1 റേഷ്യോ ആണ്
മോണോ ഹൈബ്രിഡ് ഫിനോടൈപ്പ് റേഷ്യോ. ഇത് എക്സാമിനേഷനൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. മോണോ ഹൈബ്രിഡ് ഫിനോടൈപ്പ് റേഷ്യോ ഈസ് 3:1. ഇനി എന്നാൽ ജീനോടൈപ്പ് റേഷ്യോയിൽ വ്യത്യാസമുണ്ട്. മോണോ ഹൈബ്രിഡ് ജീനോടൈപ്പ് റേഷ്യോ ഈസ് 1:2:1. എന്തുകൊണ്ടാണ്? ജീനോടൈപ്പ് എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട് അല്ലേ? ഒന്നാമത്തെ ജീനോടൈപ്പ് ഏതാണ്? ക്യാപിറ്റൽ ടി. അത് എത്ര എണ്ണം ഉണ്ട്? ഒന്നേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ 1 എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. അത് എത്ര എണ്ണം ഉണ്ട്? അത് ഇവിടെയുണ്ട് അല്ലേ? 2 എണ്ണം ഉണ്ട്. അതുകൊണ്ടാണ് 2 എന്ന് എഴുതിയത്. ഇനി സ്മോൾ ടി എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. അതാണ് പറഞ്ഞത്. അങ്ങനെ റേഷ്യോ 1:2:1 എന്നതാണ്. അപ്പോൾ മോണോ ഹൈബ്രിഡ് ജീനോടൈപ്പ് റേഷ്യോ 1:2:1. ഇത് രണ്ടും പഠിച്ചു വയ്ക്കണം, പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. മോണോ ഹൈബ്രിഡ് ഫിനോടൈപ്പ് റേഷ്യോ 3:1, മോണോ ഹൈബ്രിഡ് ജീനോടൈപ്പ് റേഷ്യോ 1:2:1. ഈ 2 റേഷ്യോയും ഈ ക്രോസും നമ്മൾ പഠിക്കണം. ഇതുപോലെ മറ്റു ക്രോസുകൾ നിങ്ങൾ എഴുതി നോക്കുക. ഇത് റേഷ്യോ തന്നെയായിരിക്കും ഇത്തരം ക്രോസുകളിലെല്ലാം ലഭിക്കുക. മെന്റലിന്റെ 7 ട്രേറ്റിലും നമുക്ക് ഇതേപോലെ ഫിനോടൈപ്പ് റേഷ്യോ 3:1 ജീനോടൈപ്പ് റേഷ്യോ 1:2:1 കിട്ടും. ഇനി നമ്മൾ ഒരു മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്രോസ് ഇൻവോൾവിംഗ് ഓൺലി 1 ക്യാരക്ടർ. ഒരു ക്യാരക്ടർ മാത്രം വെച്ച് നടത്തുന്ന, ഇവിടെ നമ്മൾ സ്റ്റെം ഹൈറ്റ് ആണ് എടുത്തത്. അങ്ങനെ 1 ക്യാരക്ടർ മാത്രം എടുത്ത് നടത്തുന്ന ക്രോസുകളെയാണ് നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോൺട്രാസ്റ്റിംഗ് റേറ്റ് നമ്മൾ ഒറ്റ ഒരെണ്ണം മാത്രം എടുക്കുന്നത്, സ്റ്റെം ഹൈറ്റ് മാത്രം എടുത്ത്. ഇപ്പോൾ 2 എണ്ണം വന്നത് ഏതൊക്കെയാണ്? ടോൾ ആൻഡ് ഡോർഫ്. അല്ലെ നമുക്കിനി നമ്മൾ എടുക്കുന്നത് ഇപ്പം ഫ്ലവർ പൊസിഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ആക്സിയൽ ടെർമിനൽ എന്നെടുക്കും. അല്ലെങ്കിൽ ഫ്ലവർ കളർ ആണെങ്കിൽ വയലറ്റ് ആൻഡ് വൈറ്റ്. അപ്പോൾ വയലറ്റും വൈറ്റും നമുക്ക് നമ്മൾ ക്രോസ് ചെയ്യാം. അങ്ങനെ ഏത് ട്രേറ്റ് എടുത്ത് വേണമെങ്കിൽ നമുക്ക് മോണോ ഹൈബ്രിഡ് ക്രോസ് നടത്താം. പക്ഷേ ഒറ്റ ക്യാരക്ടർ മാത്രം എടുക്കുമ്പോഴാണ് അതിന് നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഒരു ക്യാരക്ടർ മാത്രം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെം ഹൈറ്റ്, ഫ്ലവർ കളർ, ഫ്ലവർ പൊസിഷൻ, പോഡ് കളർ, പോഡ് ഷേപ്പ്, അല്ലെങ്കിൽ സീഡ് കളർ, സീഡ് ഷേപ്പ്, 7 ട്രേറ്റും ഉണ്ട്. ഏതെടുത്താലും ഇതേപോലെ തന്നെയാണ് നമുക്ക് കിട്ടുക. രണ്ടാമത് സ്റ്റെം ഹൈറ്റ് ഹാസ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ടോൾ ആൻഡ് ഡോർഫ്. സ്റ്റെം ഹൈറ്റിന്റെ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണ് ഏതൊക്കെ? നമ്മൾ എക്സാമ്പിൾ എപ്പോഴും സ്റ്റെം ഹൈറ്റ് പറയുന്നതേ ഉള്ളൂ. അതിൽ ടോള് ക്യാപിറ്റൽ ടി, ഡോർഫ് സ്മോൾ ടി. ദേ പ്രൊഡ്യൂസ് ടോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻ F1. F1 അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ കണ്ടു എങ്ങനെയാണ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കൂടി ചേർത്താൽ 1-ാം തലമുറ നിൽക്കുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻ F1. അതാണ് നമ്മളിവിടെ നേരത്തെ കണ്ടത്. ഒരു ഹോമോസൈഗസ് ഡോട്ട് പ്ലാന്റിനെ ഹോമോസൈഗസ് ഡോട്ട് പ്ലാന്റുമായി ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ 2 ഗാമേറ്റ്സ് ആണ് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. അവർ രണ്ടും കൂടി ചേർന്ന് F1 ജനറേഷനിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന രീതിയിൽ ഹെറ്ററോസൈഗസ് ഡോട്ട് പ്ലാന്റ് ഉണ്ടായി അല്ലേ? ഇനി അടുത്ത നമുക്ക് ഈ ഇതിനെ നമ്മൾ സെൽഫിങ്ങിന് വിധേയമാക്കുന്നു. എപ്പോഴും രണ്ടാമത്തെ സെൽഫിംഗ് ആണ്. ആദ്യത്തെ ക്രോസ് പോളിനേഷൻ, രണ്ടാമത്തെ സെൽഫിംഗ്. ദ സെൽഫിംഗ് ഓഫ് F2 ടോൾ ഹെറ്ററോസൈഗസ് പ്ലാന്റ് ഈസ് ടോൾ ആൻഡ് ഡോർഫ് ഇൻ 3:1 റേഷ്യോ. അടുത്ത തലമുറയിൽ നമുക്കത് 3:1 എന്ന് പറയുന്ന റേഷ്യോ ആയി കിട്ടും. സെൽഫിംഗ് ഓഫ് F1 ഹെറ്ററോസൈഗസ് ടോൾ 2 ക്യാപിറ്റൽ സ്മോൾ ടി ആണ്. അപ്പോൾ ഗ്യാമേറ്റ്സ് 2 എണ്ണം വരും. ക്യാപിറ്റൽ സ്മോൾ ടി ഇവിടെ രണ്ടും വേറെ ആയതുകൊണ്ട് ക്യാപിറ്റൽ സ്മോൾ ടി. അത് നമ്മൾ ഇതേപോലത്തെ ബോർഡിൻ്റെ അകത്ത് എഴുതുന്നു. ഈ ബോക്സിനെയാണ് നമ്മൾ പിന്നർ സ്ക്വയർ അല്ലെങ്കിൽ ചക്ര ബോർഡ് നമ്മളിനി പഠിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ എഴുതി എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്ത് എഴുതുക. ഈ ക്യാപിറ്റൽ ടിയും ഈ ക്യാപിറ്റൽ ടിയും കൂടി ചേർന്ന് ക്യാപിറ്റൽ ടോൾ പ്ലാന്റ് ആണ്. അടുത്ത് ഈ ക്യാപിറ്റൽ ടിയും മുകളിൽ വരുന്ന സ്മോൾ ടിയും കൂടി ചേർന്ന് ക്യാപിറ്റൽ സ്മോൾ ടി, അതും ടോൾ പ്ലാന്റ് ആണ്. ഇവിടെ വരുന്നത് ഈ ക്യാപിറ്റൽ ടിയും ഇവിടെ വരുന്ന സ്മോൾ ടിയും കൂടി ചേർന്ന് ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോൾ പ്ലാന്റ് ആണ്. ഇവിടെ വരുന്നത് ഈ സ്മോൾ ടിയും ഈ സ്മോളത്തെ സ്മോൾ ടിയും ആണ്. ഈ 2 സ്മോൾ ടിയും കൂടി ചേർന്ന് ഡോർഫ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് 3:1 എന്ന് പറയുന്ന റേഷ്യോ കിട്ടുന്നതാണ് അർത്ഥം. ദ മോണോ ഹൈബ്രിഡ് ഫിനോടൈപ്പ് റേഷ്യോ ഈസ് 3:1. ജീനോടൈപ്പ് മോണോ ഹൈബ്രിഡ് റേഷ്യോ ഈസ് 1:2:1. ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നിങ്ങനെയുള്ള 1:2:1 റേഷ്യോയും നമുക്ക് കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു നോക്കാം. ഇനി മെന്റൽ എക്സ്പീരിയൻസിൽ അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഇത് സംഭവിക്കുന്നതിന്റെ കാരണങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. By the process of meiosis, the alleles of the parental pair separate or segregate from each other, and only 1 allele is transmitted to a gamete. ഗ്യാമറ്റിൽ എപ്പോഴും 2 അലീലുകൾ ഉണ്ടെങ്കിൽ 1 മാത്രമേ ഗ്യാമറ്റിലേക്ക് പോകുള്ളൂ. നമ്മളിപ്പോൾ കണ്ടു ക്യാപിറ്റൽ ടി എന്നുള്ളതിൽ നിന്ന് ഒരു ക്യാപിറ്റൽ ടി മാത്രമേ ഒരു ഗ്യാമറ്റിലേക്ക് പോകുള്ളൂ. അതുപോലെ സ്മോൾ ടി ആണെങ്കിൽ 2 സ്മോൾ ടി ഉണ്ടെങ്കിൽ അതിൽ ഒരു സ്മോൾ ടി മാത്രമേ ഗ്യാമറ്റിലേക്ക്. ക്യാപിറ്റൽ സ്മോൾ ടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 50% ഒരെണ്ണത്തിലേക്ക് ഒരു ഗ്യാമറ്റിലേക്ക് ക്യാപിറ്റൽ ടി പോകും, മറ്റൊരു ഗ്യാമറ്റിലേക്കാണ് പോവുക. അതാണ് നമ്മുടെ പ്രത്യേകത. ഇനി the segregation of alleles is a random process, and so there is a 50% chance of a gamete containing either allele. ഇതിൽ ഏത് അലീലാണ് ഗ്യാമേറ്റ് ഉണ്ടാകുക എന്നുള്ളത് വെറും ചാൻസ് മാത്രം, 50% ചാൻസ് ആണ്. ക്യാപിറ്റൽ സ്മോൾ ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ സ്മോൾ ടി ഏത് സ്പ്ലിറ്റ് ചെയ്താലും 50% ഒരു ജീൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. The tall TT plants have the allele T and dwarf TT plants have the allele T in gamete. അതായത് രണ്ടും ഒന്ന് തന്നെ ആയതുകൊണ്ടാണ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന പ്ലാന്റിൽ allele T ആയിരിക്കും. സ്മോൾ ടി ആണെങ്കിൽ സ്മോൾ ടി എന്നുള്ള അലീലായിരിക്കും ഗ്യാമേറ്റ് ഉണ്ടാകുക. During fertilization, 2 alleles, capital T from the pollen and small t from the egg. ഇതൊരു എക്സാമ്പിൾ ആണ്. ചിലപ്പം തിരിച്ചും വരാം. പോളനിൽ നിന്ന് ക്യാപിറ്റൽ ടിയും എഗ്ഗിൽ നിന്ന് സ്മോൾ ടിയും കൂടി ചേർന്ന് യുണൈറ്റഡ് പ്രൊഡ്യൂസ് സൈഗോട്ട് ഹൈബ്രിഡ്സ് ഹാവ് ക്യാപിറ്റൽ സ്മോൾ ഹൈബ്രിഡ് ഉണ്ടാകുമ്പോൾ അതിൽ ക്യാപിറ്റൽ സ്മോൾ ടി എന്ന രൂപത്തിലായിരിക്കും പുതിയ പ്ലാന്റ് ഉണ്ടാവുക. The hybrids contain alleles which express contrasting traits. The plants are heterozygous.
ഒന്നോ നിലവറയിൽ അല്ലെങ്കിൽ ഹൈബ്രിഡ് പ്ലാന്റിൽ അതാണ് പ്രത്യേകത, അതിന്റെ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണ്. പ്ലാന്റ്സ് ആർ ഹെട്രോസൈഗസ് ആയിരിക്കും, രണ്ടും ഉണ്ടല്ലേ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ട്. പക്ഷേ ഇതെന്തായിട്ട് കാണും നമ്മൾ പറഞ്ഞത് ഡോമിനന്റ് ആയിരിക്കും. കാരണം ഈ ഡോമിനന്റ് ജീൻ ഉണ്ടെങ്കിൽ അത് ഡോമിനന്റ് ആയിട്ട് മാത്രമേ എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. ഇനി മെന്റൽ എക്സ്പെരിമെന്റ് മറ്റൊന്ന്, ഇതിനെക്കുറിച്ച് നമുക്ക് ഒരു കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദ പ്രൊഡക്ഷൻ ഓഫ് ഗാമേറ്റ്സ് ബൈ ദ പാരന്റ്സ്, ദ ഫോർമേഷൻ ഓഫ് ദ സൈഗോട്ട്, the F1 and F2 plants can be understood from a diagram called Punnett square. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, അത് F1 F2 ജനറേഷൻ എങ്ങനെയാണ് ഈ രീതിയിൽ നിർമ്മിച്ചെടുക്കുന്നതെന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡയഗ്രമാണ് പുന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. റെജിനാൾഡ് സി പുന്നറ്റ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ജനറ്റിസ്റ്റ് ആണ് ഇത് ഫോർവേഡ് ചെയ്തത്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ എ ബ്രിട്ടീഷ് ജനറ്റിസ്റ്റ് റെജിനാൾഡ് സി പുന്നറ്റ്. റെജിനാൾഡ് സി പുന്നറ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ പുന്നറ്റ് സ്ക്വയർ കൊണ്ടുവന്നത്. ഇനി എന്താണ് പുന്നറ്റ് സ്ക്വയർ? Punnett square is a graphical representation to calculate the probability of all possible genotypes of offsprings in a genetic cross. ഒരു ജനറ്റിക് ക്രോസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ഓഫ്സ്പ്രിങ്സിന്റെ ജീനോടൈപ്പും എഴുതുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് പുന്നറ്റ് സ്ക്വയർ പറയുന്നത്. അതായത് നമ്മളൊരു ക്രോസ് എഴുതി കഴിയുമ്പോൾ ആ ക്രോസിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ജീനോടൈപ്പുകളും എഴുതാൻ പറ്റുന്ന ഒരു സ്ക്വയർ ആണ് പുന്നറ്റ് സ്ക്വയർ പറയുന്നത്. അതൊരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. Punnett square is a graphical representation to calculate the probability of all possible genotypes of offsprings in a genetic cross. ഇത് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചു വെക്കേണ്ടതാണ്. എന്താണ് Punnett square എന്നുള്ളത്? A graphical representation to calculate the probability of all possible genotypes of offsprings in a genetic cross. The possible gametes are written on two sides, usually the top row and left columns. അതായത് ഈ പോസിബിൾ ഗാമേറ്റ്സ് നമ്മൾ എഴുതുന്നത് ടു സൈഡ്സിലാണ്. അതിന്റെ സാധാരണയിൽ അതിന്റെ രണ്ട് സൈഡിലും, ഒന്ന് ടോപ്പിലും ലെഫ്റ്റ് കോളത്തിൽ എഴുതും, ടോപ്പിലും എഴുതും. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ രണ്ട് ഗാമറ്റ് രണ്ട് കോളത്തിലായിട്ട് എഴുതിയിട്ടാണ് നമ്മൾ ചേർത്ത് എഴുതുന്നത്. ഇതാണ് നമ്മൾ പുന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. പുന്നറ്റ് സ്ക്വയർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. റെജിനാൾഡ് സി പുന്നറ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് പറയുന്നത്. ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഇതിനു വേണ്ടിയാണ് ടു കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഓൾ പോസിബിൾ ജീനോടൈപ്സ് ഓഫ്സ്പ്രിങ്സ് ഇൻ ദി ജനറ്റിക് ക്രോസ്. ഒരു ജനറ്റിക് ക്രോസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ഓഫ്സ്പ്രിങ്സിന്റെയും ജീനോടൈപ്പുകൾ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ പുന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്താൽ മതി, ഇങ്ങനെ അത് എഴുതുന്നത് ടോപ്പിലും അതുപോലെ ലെഫ്റ്റ് സൈഡിലുമായിട്ട് ഇങ്ങനെ എഴുതിയാണ് നമ്മൾ എഴുതി നോക്കുന്നത്. ഇതാണ് നമ്മൾ പുന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിനൊരു എക്സാമ്പിൾ പറയാണ്. നമ്മൾ നേരത്തെ പഠിച്ച ക്രോസ് പുന്നറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമ്മൾ എഴുതിയിരിക്കും നോക്കുക. ഡോട്ട് പ്ലാൻ ക്യാപിറ്റൽ ടി, ഡോട്ട് പ്ലാൻ സ്മോൾ ടി. ഇവിടെ നമ്മൾ രണ്ട് ജീനുകൾ എടുത്തുന്നിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് വേണേ നമുക്ക് എടുക്കാം. ക്യാപിറ്റൽ ടി എടുത്തു. ഗാമേറ്റ്സ് അപ്പം പകുതി ക്യാപിറ്റൽ ടി, മറ്റേ പകുതി ക്യാപിറ്റൽ ടി. അതുപോലെ ഇതിന്റെ ഗാമേറ്റ്സ് സ്മോൾ ടി ഉള്ളത് സ്മോൾ ടി രണ്ട് സ്ഥലത്ത് എഴുതി. എന്നിട്ട് ഇതിനെ ക്രോസ് ചെയ്ത് നോക്കി എന്തായിരിക്കും റിസൾട്ട്? ഈ ക്യാപിറ്റൽ ടിയും ഈ സ്മോൾ ടിയും കൂടി ചേർന്ന് ക്യാപിറ്റൽ സ്മോൾ ടി, ഈ ക്യാപിറ്റൽ ടിയും ഈ സ്മോൾ ടിയും കൂടി ചേർന്ന് ക്യാപിറ്റൽ സ്മോൾ ടി, ഇവിടുത്തെ ഈ ക്യാപിറ്റൽ ടിയും ഈ സ്മോൾ ടിയും കൂടി ചേർന്ന് ക്യാപിറ്റൽ സ്മോൾ ടി, അതുപോലെ ഇവിടുത്തെ ക്യാപിറ്റൽ ടിയും ഇതും കൂടി ചേർന്ന് ക്യാപിറ്റൽ സ്മോൾ ടി. അതായത് എല്ലാം തന്നെ എന്ത് തന്നെയാണ്? ക്യാപിറ്റൽ സ്മോൾ ടി. അപ്പോൾ ഈ നാലെണ്ണം ഒഴിവാക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഓരോന്നെടുത്തത്. അതെങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇനി F2 ജനറേഷൻ വരുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം നമ്മൾ F1ലാണ് കണ്ടത്. ഇനി F2 ജനറേഷനിൽ ഇതിന് സെൽഫിംഗ് ആണ്. ഈ ക്യാപിറ്റൽ സ്മോൾ ടി നമുക്ക് ഇവിടെ കിട്ടിയ പ്ലാന്റിനെ സെൽഫിങ്ങിന് വിധേയമാക്കും. അപ്പോൾ അവിടെയും രണ്ട് തരത്തിലുള്ള ഗാമറ്റ് വരും, ക്യാപിറ്റൽ ടി സ്മോൾ ടിയും ക്യാപിറ്റൽ ടി സ്മോൾ ടി. എന്നിട്ട് അതിനെ ക്രോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എഴുതുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിനോടൈപ്പ് റേഷ്യോ എന്ന് പറയുന്നത് ടോൺ ഡാർക്ക് നമ്മൾ 3:1, ജീനോടൈപ്പ് റേഷ്യോ ക്യാപിറ്റൽ ടി 1, ക്യാപിറ്റൽ സ്മോൾ ടി 2, സ്മോൾ ടി 1, അങ്ങനെ 1:2:1. അപ്പം ഫിനോടൈപ്പ് റേഷ്യോ 3:1, ജീനോടൈപ്പ് റേഷ്യോ 1:2:1 ആണ്. നമ്മൾ പഠിച്ച ക്രോസ് തന്നെയാണത്. It is thus due to this dominance of one character over the other that all the F1 are tall, though the genotype is capital small t. And in the F2, 3/4 of the plants are tall, though genotypically 1/2 are TT and only 1/4 are capital T. അതായത് ഒന്നാം തലമുറയിൽ എല്ലാം തന്നെ ടോൾ പ്ലാന്റ് ആണ്, 100% ടോൾ പ്ലാന്റ്സ് ആണ് ഉണ്ടാവുക. പക്ഷെ രണ്ടാം തലമുറയിൽ 3/4 മാത്രമേ ടോൾ ഉണ്ടാവുകയുള്ളൂ, 1/4 ഡോട്ട് പ്ലാന്റ്സ് ആയിരിക്കും. This leads to a phenotype ratio 3:4 tall, 1/4 TT and 1/4 TT, and 1/4 small t. That is a 3:1 ratio, but a genotype ratio is 1:2:1. ഇത് നമുക്ക് ഫിനോടൈപ്പ് റേഷ്യോ ആയിട്ട് കിട്ടുന്നത് ഇവ തമ്മിലുള്ള റേഷ്യോ ആണ് പറയുന്നത്. 4:3 ടോള്, 1/4 ശരിക്കും ഡോർഫ് ആണ്. അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന റേഷ്യോ ആണ് ശരിക്കും 3:1. പക്ഷേ ജീനോടൈപ്പ് എടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം എന്തായി 1/4 TT, അതുപോലെ ഹാഫ് ആണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി, 1/4 സ്മോൾ ടി. അപ്പോൾ നമുക്ക് 1:2:1 എന്ന റേഷ്യോ ആയിട്ടും കിട്ടും. നമുക്ക് നോക്കാം ഇനി. അപ്പോൾ അതിൻ്റെ റേഷ്യോ നോക്കുമ്പോൾ 1/4 1/2 1/4 റേഷ്യോ TT, ക്യാപിറ്റൽ ടി സ്മോൾ ടി is mathematically compensable
ദ ഫോം ഓഫ് ബൈനോമിയൽ എക്സ്പ്രഷൻ ax പ്ലസ് by ദ ഹോൾ സ്ക്വയർ എന്ന രൂപത്തിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെ എഴുതുമ്പോൾ എന്താണ് ഹാഫ് ടി, ഒരു 2t എന്ന് പറഞ്ഞു എടുത്തു, ഹാഫ് ടി പ്ലസ് ഹാഫ് ടി ദ ഹോൾ സ്ക്വയർ. അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഹാഫ് ടി പ്ലസ് ഹാഫ് ടി ഇൻറ്റു ഹാഫ് ടി പ്ലസ് ഹാഫ് ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്താൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ രൂപത്തിൽ എഴുതിയപ്പോൾ എന്ത് പറ്റും? എ സ്ക്വയർ 1/4 1/2 ഹോൾ സ്ക്വയർ, ടി ഹോൾ സ്ക്വയർ ആണ്. 1/4 ടി സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ ടി ടി എഴുതുന്നു. പിന്നെ 2ab ആണ്. അപ്പോൾ 2 ഇൻറ്റു എന്താണ് എ എന്ന് പറയുന്നത് ഹാഫ് ടി, ബി എന്ന് പറയുന്നത് ഇത് ഹാഫ് സ്മോൾ ടി. അത് രണ്ടും 2 ക്യാൻസൽ ആയി പോയി കഴിയുമ്പോൾ 1/2 ക്യാപിറ്റൽ സ്മോൾ ടി കിട്ടും. പിന്നെ 1/2 സ്മോൾ ടി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ 1/4 ക്യാപിറ്റൽ സ്മോൾ ടി. ഇതാണ് നമ്മളിതിൻ്റെ ബൈനോമിയൽ എക്സ്പ്രഷൻ. Mendel self-pollinated the F2 plants and found that dwarf F2 plants continued to generate dwarf plants in F3 and F4 generation. അതായത് ഈ മെന്റലിന്റെ രണ്ടാം തലമുറയിൽ അതിൽ നിന്ന് കിട്ടിയ ഡോഫ് പ്ലാന്റ് ഒരെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ 25% മാത്രമേ കിട്ടിയുള്ളൂ. അതിനെ അദ്ദേഹം നിരന്തരം പിന്നെ സെൽഫിങ്ങിനൊക്കെ വിധേയമാക്കി നോക്കിയപ്പോൾ അത് പിന്നീട് അതിലുണ്ടാകുന്ന എല്ലാം ഡോഫ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഡോഫ് പ്ലാന്റ്സ് എപ്പോഴും എന്താണ്? ഹി കൺക്ലൂഡഡ് ദാറ്റ് ദ ജീനോടൈപ്പ് ഓഫ് ദ ഡോഫ് ആർ ഓൾവേസ് ഹോമോസൈഗസ്. അതായത് ഡോഫിന്റെ അല്ലെങ്കിൽ അതിൽ F2 തലമുറ ഉണ്ടാകുന്ന അത്തരം പ്ലാന്റ്സിന്റെ റെസിസ്റ്റീവ് ജീനോടൈപ്പ് എപ്പോഴും ഹോമോസൈഗസ് ആയിരിക്കും. ഇവിടെ ഉദാഹരണമാണ് സ്മോൾ ടി എന്ന് പറയുന്നത്. ഈ ഡോമിനന്റ് ജീനോടൈപ്പ് 2 തരത്തിലാകാം. ഒന്നുകിൽ ഹോമോസൈഗസ് ആകാം ക്യാപിറ്റൽ ടി എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഹെറ്ററോസൈഗസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന രൂപത്തിൽ. പക്ഷേ ഡോഫ് എപ്പോഴും സ്മോൾ ടി എന്ന രൂപത്തിൽ റെസിസ്റ്റീവ് മാത്രമേ ഉണ്ടാകുള്ളൂ. ഇനി നമ്മൾ അടുത്തായി പഠിക്കുന്ന ഒരു ക്രോസ് ആണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പഠിച്ച മോണോഹൈബ്രിഡ് ക്രോസ് ഒരു സിംഗിൾ ക്യാരക്ടർ നടന്ന ക്രോസുകളാണ്. ടെസ്റ്റ് ക്രോസ് അതിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. ആദ്യം നമ്മൾ ദ ക്രോസിംഗ് ഓഫ് എ ഹൈബ്രിഡ് പ്ലാന്റ് വിത്ത് എനി വൺ ഓഫ് ഇറ്റ്സ് പേരന്റ് ഈസ് കോൾഡ് ബാക്ക് ക്രോസ്. അതായത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ ടോളും ഡോഫ് എടുക്കുമ്പോൾ എന്താണ് ഹൈബ്രിഡ് ആയിട്ട് വരിക? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. അങ്ങനെയുള്ളൊരു ഹൈബ്രിഡ് പ്ലാന്റ്. ദ ക്രോസിംഗ് ഓഫ് എ ഹൈബ്രിഡ് പ്ലാന്റ് വിത്ത് എനി വൺ ഓഫ് ഇറ്റ്സ് പേരന്റ്, ഏതെങ്കിലും അതിന്റെ പേരന്റ് ആയിട്ട്. അതായത് ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നുള്ള പ്ലാന്റിനെ ക്യാപിറ്റൽ ടിയുമായിട്ടോ സ്മോൾ ടിയുമായിട്ടോ ക്രോസ് ചെയ്യാം. അങ്ങനെ പേരന്റുമായി ക്രോസ് ചെയ്യുന്നതിനാണ് ബാക്ക് ക്രോസ് എന്ന് പറയുന്നത്. പിന്നിലേക്ക് ക്രോസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ബാക്ക് ക്രോസ് എന്ന് പറയുന്നത്. The crossing of a dominant plant with its recessive parent is called test cross. Back cross എന്ന് പറഞ്ഞാൽ any one of the parent ആണ്. അതിലെ ഡോമിനന്റ് പ്ലാന്റിനെ റെസിസ്റ്റീവ് പ്ലാന്റുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നതിനെ നമ്മൾ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ടെസ്റ്റ് ക്രോസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക്. The crossing of a dominant plant with its recessive parent is called test cross. ഒരു ഡോമിനന്റ് പ്ലാന്റിനെ അതിന്റെ റെസിസ്റ്റീവ് പാരന്റുമായി ക്രോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. It is used to find out the unknown genotype of the dominant plant. ഈ പറഞ്ഞിരിക്കുന്ന ഡോമിനന്റ് പ്ലാന്റ് അതിന്റെ അൺനോൺ ജീനോടൈപ്പ് കണ്ടെത്താൻ വേണ്ടിയാണ് ടെസ്റ്റ് ക്രോസ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ഡോമിനന്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് പുറമേ കാണുമ്പോൾ അറിയാം അത് ഡോമിനന്റ് ആണ്. പക്ഷെ അതിനകത്ത് അടങ്ങുന്ന ജീനോടൈപ്പ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അത് ഹോമോസൈഗസ് പ്ലാന്റ് ആണോ ഹെറ്ററോസൈഗസ് ആണോ എന്ന് അറിയില്ല. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ടോൾ എന്ന് പറയുന്ന ഡോമിനന്റ് പ്ലാന്റിന് 2 തരത്തിലാകാം. അങ്ങനെയൊക്കെ ആകാം. ക്യാപിറ്റൽ ടി ആകാം, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആകാം. അത് നമ്മളിങ്ങനെ എഴുതുന്ന മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പ്ലാന്റിനെ കണ്ടാൽ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്ലാന്റിന്റെ ജീനോടൈപ്പ് നമുക്ക് അറിയില്ലെങ്കിൽ അത് കണ്ടെത്താൻ നമുക്ക് ടെസ്റ്റ് ക്രോസ് ഉപയോഗിക്കാം. അതുകൊണ്ട് അതിനെ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. is used to find out the unknown genotype of the dominant plant. ഇതാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ടെസ്റ്റ് ക്രോസ്, എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് ചോദിച്ച് രണ്ടും എഴുതണം. ഇനി the recessive plant is homozygous, example small t, but the dominant plant may be homozygous or heterozygous. It can be determined by test cross. അതായത് നമുക്ക് എപ്പോഴും അറിയാം റെസിസ്റ്റീവ് പ്ലാന്റ് എപ്പോഴും ഹോമോസൈഗസ് ആണ്. ബട്ട് ഡോമിനന്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹോമോസൈഗസോ ഹെറ്ററോസൈഗസോ ആകാം. അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ടെസ്റ്റ് ക്രോസ് ഉപയോഗിക്കാം. ഒരു ടെസ്റ്റ് ക്രോസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. The results of typical test cross where violet color is dominant or white flower color. Capital W എന്ന് പറയുന്ന വയലറ്റ് കളർ ജീനും അതിന്റെ റെസിസ്റ്റീവ് ജീനായ സ്മോൾ ഡബ്ല്യു കൂടി ചേരുന്ന ഒരു ക്രോസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഇതൊരു ടെസ്റ്റ് ക്രോസിന്റെ എക്സാമ്പിൾ ആണ്. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് ടെസ്റ്റ് ക്രോസ് നടത്തുന്നതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ ശരിക്കും 2 തരത്തിലാണ് നമുക്ക് ടെസ്റ്റ് ക്രോസ് നോക്കുക. അതായത് ഒന്നുകിൽ നമുക്ക് എങ്ങനെ വരാം, ജീനോടൈപ്പ് ചിലപ്പോൾ ക്യാപിറ്റൽ ഡബ്ല്യു എന്നാകാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു ആകാം. അപ്പോൾ നമ്മളിവിടെ 2 തരത്തിലുള്ള ക്രോസുകളും ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ ഇതാണ് നമ്മൾ ക്യാപിറ്റൽ ഡബ്ല്യു എന്നതാണ് ആ ഡോമിനന്റ് അൺനോൺ ആണ്, ജീനോടൈപ്പ് അൺനോൺ ആണ്. അപ്പോൾ അതിൽ ആ ഡോമിനന്റ് ജീനോടൈപ്പ് ക്യാപിറ്റൽ ഡബ്ല്യു ആണെന്ന് കരുതുക. അത് നമ്മളിവിടെ എഴുതിയിരിക്കും ക്യാപിറ്റൽ ഡബ്ല്യു എഴുതി. ഇനി ഇപ്പുറത്ത് നമ്മൾ റെസിസ്റ്റീവ് പാരന്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും സ്മോൾ ഡബ്ല്യു ആണ് റെസിസ്റ്റീവ് പാരന്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ക്രോസ് ചെയ്ത് വെക്കുക. ഈ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു, അടുത്ത ഇവിടുത്തെ ക്യാപിറ്റൽ ഡബ്ല്യു ഇതും കൂടി ചേർക്കുമ്പോൾ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു, ഇവിടെയും അതുപോലെ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ ഫ്ലവേഴ്സും വയലറ്റ് ഫ്ലവേഴ്സ് തന്നെയാണ്. വയലറ്റ് ഫ്ലവേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓൾ ഫ്ലവേഴ്സ് ആർ വയലറ്റ്. അപ്പം അങ്ങനെ വന്നാൽ, അതായത് നമ്മൾ
ഈ രണ്ടും ഡോമിനന്റ് ജീനുകളാണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ഹോമോസൈഗസ് ജീനുകളാണെങ്കിൽ ഈ പ്ലാന്റിനെ നമ്മൾ ക്രോസ് ചെയ്ത് കിട്ടി കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്ന ഓൾ ഫ്ലവേഴ്സ് ആർ വയലറ്റ്. അതായത് അൺനോൺ ഫ്ലവർ ഈസ് ഹോമോസൈഗസ് ഡോമിനന്റ്. അത് ഹോമോസൈഗസ് ആണെന്നും ഡോമിനന്റ് ആണെന്നും നമുക്ക് മനസ്സിലാക്കാം. നേരെ മറിച്ച് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹെട്രോസൈഗസ് ആണ്. ക്യാപിറ്റൽ ഡബ്ല്യൂ സ്മോൾ ഡബ്ല്യൂ ആണെന്ന് കരുതുക. നമ്മൾ ജീനോടൈപ്പ് ഇവിടെ എഴുതി ക്യാപിറ്റൽ സ്മോൾ ഡബ്ല്യൂ എഴുതി. ഇതിന് പകരം ഇവിടെ രണ്ടും ക്യാപിറ്റൽ ഡബ്ല്യൂ ആണ് എഴുതി, ഇവിടെ ഒരു ക്യാപിറ്റൽ ഡബ്ല്യൂ ഒരു സ്മോൾ ഡബ്ല്യൂ എഴുതി. അപ്പോൾ നമുക്ക് എന്ത് പറ്റി? ഇത് രണ്ടും ക്രോസ് ചെയ്ത് പോകുന്നു. ഇത് രണ്ട് റെസിസ്റ്റീവ് പേരന്റ് ആണ്. അപ്പോൾ ഇത് രണ്ട് സ്മോൾ ഡബ്ല്യൂ ആണ്. അപ്പോൾ ക്യാപിറ്റൽ ഡബ്ല്യൂ സ്മോൾ ഡബ്ല്യൂ കൂടി ചേർന്ന് ഒരു ക്യാപിറ്റൽ ഡബ്ല്യൂ സ്മോൾ ഡബ്ല്യൂ കിട്ടി. ഒരു ക്യാപിറ്റൽ ഡബ്ല്യൂയും ഈ സ്മോൾ ഡബ്ല്യൂ കൂടി ചേർന്ന് ക്യാപിറ്റൽ ഡബ്ല്യൂ സ്മോൾ ഡബ്ല്യൂ കിട്ടി. ഈ സ്മോൾ ഡബ്ല്യൂ ഈ സ്മോൾ ഡബ്ല്യൂ കൂടി ചേർന്ന് സ്മോൾ ഡബ്ല്യൂ ഇവിടെ അതുപോലെ സ്മോൾ ഡബ്ല്യൂ. അതായത് എന്താണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്? ഹാഫ് ഓഫ് ദ ഫ്ലവേഴ്സ് ആർ വയലറ്റ് ആൻഡ് ഹാഫ് ഓഫ് ദ ഫ്ലവേഴ്സ് ആർ വൈറ്റ്. അതായത് 50%. ആദ്യത്തെ ഇത് രണ്ടും 50% എന്താണ്? വയലറ്റ് ആണ്. പക്ഷെ മറ്റേ 50% വൈറ്റ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് 1:1 എന്നുള്ള റേഷ്യോ ആണ് കിട്ടുന്നത്. 50% വയലറ്റ് 50% വൈറ്റ് 1:1 റേഷ്യോ കിട്ടും. അൺനോൺ ഫ്ലോർ ഈസ് ഹെട്രോസൈഗസ്. അങ്ങനെയാണെങ്കിൽ അൺനോൺ ഫ്ലോർ ഹെട്രോസൈഗസ് ആണ്. അപ്പം നമുക്ക് ഈ ക്രോസ് ഉപയോഗിച്ച് നമുക്ക് ഫ്ലവർ ഏതാണ്, അതായത് നമ്മൾ ക്രോസ് ചെയ്ത സമയത്ത് തന്നിരിക്കുന്ന പ്ലാനറ്റിനെ ക്രോസ് ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് ഡോമിനന്റ് തന്നെ കിട്ടുകയാണെങ്കിൽ അത് ഹോമോസൈഗസ് ഡോമിനന്റ് പ്ലാന്റ് ആയിരിക്കും ഉണ്ടാകുക. നേരെ മറിച്ച് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ 50% ഡോമിനന്റ് പ്ലാന്റും 50% വൈറ്റ് പ്ലാന്റുമായി കിട്ടുകയാണെങ്കിൽ അത് ഹെട്രോസൈഗസ് പ്ലാന്റ് ആണ്. ഇതിനെയാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. ടെസ്റ്റ് ക്രോസിന്റെ എക്സാമ്പിൾ ഇത് തന്നെയാണ് പഠിക്കേണ്ടത് പരീക്ഷയ്ക്ക്. ഒരു വൈറ്റ് ഫ്ലവറിനും വയലറ്റ് ഫ്ലവറിനും ഉള്ള ക്രോസിംഗ് ആണ്. അപ്പോൾ അതിനെ ക്രോസ് ചെയ്യുമ്പോൾ വയലറ്റ് എന്ന് പറയുന്നതാണ് ഡോമിനന്റ്. ആ വയലറ്റിന്റെ ജീനോടൈപ്പ് നമുക്കറിയില്ല. ക്യാപിറ്റൽ ഡബ്ല്യൂ എന്നാണോ അതോ ക്യാപിറ്റൽ ഡബ്ല്യൂ സ്മോൾ ഡബ്ല്യൂ എന്നാണോ, അത് രണ്ടും കൂടി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാർഗമാണ് ഈ ക്രോസ് എന്ന് പറയുന്നത്. When all plants are dominant, the unknown plant is homozygous dominant. And when 50% dominant and 50% recessive, the unknown plant is heterozygous dominant. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. നമുക്ക് കിട്ടുന്ന പ്ലാന്റ്സ് എല്ലാം തന്നെ ഡോമിനന്റ് പ്ലാന്റ് ആണെങ്കിൽ അൺനോൺ പ്ലാന്റ് ഹോമോസൈഗസ് ആയിരിക്കും. നേരെ മറിച്ച് 50% ഡോമിനന്റ് 50% റെസിസ്റ്റീവ് ആണെങ്കിൽ അൺനോൺ പ്ലാന്റ് ഹെട്രോസൈഗസ് ആയിരിക്കും. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ടെസ്റ്റ് ക്രോസ് ഉപയോഗിച്ച് ഇങ്ങനെ നമുക്ക് ജീനോം കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദ മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. ടെസ്റ്റ് ക്രോസ് റേഷ്യോ ആണ് 1:1. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. മറ്റേ ക്ലാസ്സിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇതും കൂടി ചേർത്ത് പഠിക്കുക. അപ്പോൾ അതിൽ നമുക്ക് ചില ആക്ടിവിറ്റികൾ നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ഡിഫൈൻ മോണോഹൈബ്രിഡ്. എന്താണ് മോണോഹൈബ്രിഡ് ക്രോസ്? നമ്മൾ കണ്ടു മോണോഹൈബ്രിഡ് ക്രോസ് ഒരു സിംഗിൾ ക്യാരക്ടർ എടുത്തിട്ടുള്ള ക്രോസുകളാണെന്ന് പറഞ്ഞു. അത് തന്നെയാണ്. ഇനി റൈറ്റ് ദ മോണോഹൈബ്രിഡ് ഫിനോടൈപ്പ് റേഷ്യോ. അതിന്റെ രണ്ട് റേഷ്യോകളും എഴുതുക. അടുത്ത എക്സ്പ്ലെയിൻ എ മോണോഹൈബ്രിഡ് ക്രോസ് ഓഫ് ടോൾ ആൻഡ് ഡോർഫ് പീ പ്ലാന്റ്സ്. മോണോഹൈബ്രിഡ് ക്രോസിന്റെ ഒരു ടോൾ ആൻഡ് ഡോർഫ് പീ പ്ലാന്റ്സിന്റെ ഒരു മോണോഹൈബ്രിഡ് ക്രോസ് നിങ്ങൾ എഴുതാനാണ് മൊത്തം നമ്മൾ എഴുതണം. ഇത് വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ എഴുതി പഠിക്കേണ്ടതാണ്. അടുത്ത വാട്ട് ഈസ് പിന്നറ്റ് സ്ക്വയർ, ഹു ഡെവലപ്ഡ് ഇറ്റ്? എന്താണ് പിന്നറ്റ് സ്ക്വയർ, ആരാണ് അത് ഡെവലപ്പ് ചെയ്തത്? ഫൈൻഡ് ദ F2 ജനറേഷൻ റേഷ്യോ ഓഫ് ദ ഫോളോയിങ് ക്രോസ് യൂസിങ് പിന്നറ്റ് സ്ക്വയർ ഉപയോഗിച്ച് താഴെ പറയുന്നവരുടെ ക്രോസ് നിങ്ങൾ എഴുതി നോക്കുക. ഇത് നിങ്ങൾ നിർബന്ധമായി എഴുതി നോക്കണം, എന്നാലേ നമുക്ക് അത് മനസ്സിലായുള്ളൂ. ഒന്ന്, ഒരു റൗണ്ട് ക്യാപിറ്റൽ ആർ ജീനുള്ള പ്ലാന്റിനെ റിങ്കിൾഡ് സ്മോളർ സീഡുമായിട്ട് ക്രോസ് ചെയ്യുന്നതാണ് നമ്മൾ നേരത്തെ പഠിച്ച ക്രോസ് പോലെ എഴുതി നോക്കേണ്ടത്. എന്നിട്ട് റേഷ്യോ കണ്ടെത്തുക. അതുപോലെ ഒരു വയലറ്റ് ഫ്ലവറിനെ നമ്മൾ ക്രോസ് ചെയ്യുന്നത് നമ്മൾ ഈ രീതിയിൽ കണ്ടുപിടിക്കുക. ഇത് രണ്ടും F2 ജനറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ക്രോസ്. മോണോഹൈബ്രിഡ് ക്രോസ് നമ്മൾ ഇന്ന് പഠിച്ച് തറവാകാൻ വേണ്ടിയിട്ടാണ്. ഇനി വാട്ട് ഈസ് എ ബാക്ക് ക്രോസ്? എന്താണ് ബാക്ക് ക്രോസ് എന്ന് പറഞ്ഞാൽ? അടുത്ത് വെൻ യെല്ലോ സീഡ് ഈസ് ക്രോസ്ഡ് വിത്ത് ഗ്രീൻ സീഡ് റൈറ്റ് ദ പോസിബിൾ ജീനോടൈപ്സ് ഇൻ F2. ഇത് നമ്മൾ ക്രോസ് ചെയ്യാൻ തന്നെ എഴുതാൻ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു യെല്ലോ സീഡിനെ ക്യാപിറ്റൽ വൈ എന്ന് പറയുന്ന ജീനിനെ ഗ്രീൻ സീഡുമായിട്ട് സ്മോൾ വൈ ക്രോസ് ചെയ്താൽ F2 കിട്ടാൻ സാധ്യതയുള്ള ജീനോടൈപ്പുകൾ ഏതൊക്കെയാണ്? ഇത് വെച്ച് നമ്മൾ എഴുതണം എന്നർത്ഥം. ഇനി റൈറ്റ് ദ ജീനോടൈപ്സ് ഓഫ് ആക്സിയൽ ഡോമിനന്റ് ആൻഡ് ടെർമിനൽ റെസിസ്റ്റീവ് ഫ്ലവേഴ്സ്. നമ്മൾ ആക്സിയൽ ഫ്ലവറിനെ ഒരു ജീനോടൈപ്പ് എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാപിറ്റലിൽ നിന്നോ എ എന്നോ അല്ലെങ്കിൽ ടെർമിനൽ ജിയോ എന്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കുക. അത് വെച്ച് നിങ്ങൾ എഴുതുക. നമ്മൾ ടോൾ ആൻഡ് ഡാർഫിന് ടി എഴുതുന്നതുകൊണ്ട് ഇവിടെ എ എടുക്കുന്നതാണ് അഭികാമ്യം. അതെ, ഒന്ന് എഴുതി നോക്കുക. പിന്നെ വാട്ട് ഈസ് ടെസ്റ്റ് ക്രോസ്, റൈറ്റ് സിഗ്നിഫിക്കൻസ്. എന്താണ് ടെസ്റ്റ് ക്രോസ് പറഞ്ഞാൽ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? മറ്റൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് മോണോഹൈബ്രിഡ് ക്രോസ് റേഷ്യോ. എന്താണ് മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ? അത് നമ്മൾ എഴുതണം. പിന്നെ യു ഗോട്ട് എ പീ പ്ലാന്റ് വിത്ത് ഗ്രീൻ പോഡ്, ഹൗ ക്യാൻ യു ഫൈൻഡ് ദാറ്റ് വെദർ ഇറ്റ് ഈസ് ഹോമോസൈഗസ് ഹെട്രോസൈഗസ്? മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഒരു ഗ്രീൻ പോഡ് കിട്ടി, അത് ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ എന്ന് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ഐഡന്റിഫൈ ദ ക്രോസ് എ ആൻഡ് ബി ഇൻ ദ ഗിവൻ ഫിഗർ. ചിത്രത്തിൽ ധരിക്കുന്ന എ ബി എന്നീ രണ്ട് ഫിഗറുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഇത് ഏത് ക്രോസിനെ സൂചിപ്പിക്കുന്ന ഫിഗർ ആണെന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന് ഈ ക്രോസ് ഏതാണെന്ന് കണ്ടെത്തുക. ഈ രണ്ട് ക്രോസുകളും വ്യത്യസ്ത ക്രോസുകളാണ്. ഈ ക്രോസിന്റെ പേരെന്താണ്, ഈ ക്രോസിന്റെ പേരെന്താണ്? ഇത് നിങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. ഒരു ക്രോസ് ഇവിടെ തന്നിട്ടുണ്ട്, ഇത് ഏത് ക്രോസ് ആണെന്ന് കണ്ടെത്തുക.
ഇവിടെ മറ്റൊരു ക്ലോസ് ആണ് തന്നിരിക്കുന്നത്. ഈ ക്ലോസിന്റെ പേരെന്താണെന്ന് കണ്ടെത്തുക. ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.